വിദേശകാര്യ വിദഗ്ധനായ പ്രൊഫസർ ജോസഫ് ആന്റണി ചേരുകയാണ്. ശ്രീ ജോസഫ് ആന്റണി, ഇറാന് നേർക്ക് സംയുക്ത ആക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും നടത്തിയിരിക്കുന്നത്. ആക്രമണം കടുപ്പിക്കും എന്നുള്ള മുന്നറിയിപ്പ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു സാഹചര്യത്തെ? വാസ്തവത്തിലെ ലോക സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത പ്രവർത്തനമാണ് ഇതെന്നാണ് ഞാൻ കാണുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല്, ഈ ജനീവയിലും ഒമാനിലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് മരുമകൻ ജാർജ് കുഷ്നറും അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് സ്റ്റീവ് വിറ്റ്കോഫും ഇറാന്റെ അബ്ബാസ് അരാക്ചി, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, മറ്റു പ്രതിനിധികളും തമ്മിൽ നിരന്തരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയിലൂടെ നമ്മൾ കണ്ടത് ഈ ഇറാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം, അതായത് ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളുടെ അടുത്തുവരെ കാര്യങ്ങൾ എത്തിയിരുന്ന സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ പെട്ടെന്ന് അങ്ങനെയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം 11-ാം തീയതി പെട്ടെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ കാണുന്നു. അതോടുകൂടി ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ, അമേരിക്കൻ പ്രസിഡന്റിന്റെ ശബ്ദത്തിൽ മൊത്തത്തിൽ മാറ്റം വരുന്നു. എന്നതിന് ശേഷമാണ് ഇപ്പോൾ പെട്ടെന്ന്, അതായത് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം 12 ദിവസം തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ജൂൺ മാസം ഇതിന് സമാനമായ ഒരു സാഹചര്യമാണ് നടന്നത്. ഈ ചർച്ചകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ട്രംപ് പറഞ്ഞു നിങ്ങൾക്ക് 2 ആഴ്ച സമയം തന്നിരിക്കുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓപ്പറേഷൻ വിൻഡ് ഹാമർ നടത്തുകയും അന്ന് ആക്രമണം നടത്തുകയും ഫോർദോയും വസ്ഫഹാനും നദാൻസും അടങ്ങുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തി. എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതാണ്? ഐ ഹാവ് കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റഡ് ഇറാനിയൻ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞു. അതായത് ഇറാന്റെ ആണവ ശേഷിയെ സമ്പൂർണ്ണമായി ഞാൻ തുടച്ചു നീക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. തുടച്ചു നീക്കുക എന്ന് പറയാൻ അർത്ഥം പിന്നെ ഇല്ലെന്നാണല്ലോ. അപ്പൊ ഇപ്പൊ പിന്നെ എങ്ങനെ വന്നു ഈ ശേഷി എന്ന് പറയാൻ അർത്ഥം എന്താ? ഈ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പരിപാടി അമ്പേ പൊളിഞ്ഞുപോയ പദ്ധതിയായിരുന്നു എന്നാണല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ അന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ആക്രമണം നടത്തി തിരിച്ചുപോയി വമ്പിച്ച പരസ്യ പ്രചാരണമൊക്കെ കൊടുത്ത് ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കിയെങ്കിൽ പിന്നെ എന്തിനാ ഇറാനെതിരെ ഇപ്പൊ ആക്രമണം നടത്തുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇഷ്ടത്തിന് നിൽക്കാത്ത ഭരണകൂടങ്ങളെ ഈ സിറിയയിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചതുപോലെ ഇനി അവശേഷിക്കുന്ന ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന് പറയുന്ന എന്താണ് എല്ലാ അന്തർദേശീയ നിയമങ്ങളുടെ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് റൂൾസ് ബേസ്ഡ് ഓർഡർ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്ക തന്നെ ഫോഴ്സ് ബേസ്ഡ്, അതായത് ഇഷ്ടപ്രകാരമുള്ള ലോക്രമം അല്ലെങ്കിൽ ബലപ്രയോഗത്തിൽ അധിഷ്ഠിതമായ ലോക്രമത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അവർക്ക് ഇഷ്ടമില്ലാത്ത ഭരണാധികാരികൾ, അത് വെനസ്വേലയിൽ ജനുവരി മാസം 3-ാം തീയതി ഭരണമാറ്റം അവിടുത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും പോയി അറസ്റ്റ് ചെയ്തിടുന്നു. ഫെബ്രുവരി മാസം അവസാനിക്കുന്ന ദിവസം ഇന്ന് വീണ്ടും ഒരു ഭരണകൂടം അട്ടിമറി നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ പരമോന്നത നേതാവായിട്ടുള്ള ഖമനി, അവിടുത്തെ പ്രസിഡന്റ് നിൽക്കുന്ന സ്ഥലം, അവിടുത്തെ IRGC കേന്ദ്രം, ഇതിനെല്ലാം എതിരായിട്ടാണ് ആക്രമണം നടത്തുന്നത്. എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതാണ്, ഇറാനിയൻ ജനങ്ങളോട് പറയാണ് നിങ്ങൾക്കിത് അവസരം കൈവന്നിരിക്കുന്നു, നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ ഈ ഭരണകൂടത്തെ മാറ്റി ഭരണകൂടത്തിന്റെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ നടത്താൻ ഏത് ഒരു രാജ്യത്തിന് അവകാശമുണ്ടോ? നമ്മുടെ ലോകം എന്ന് പറയുന്നത് നിൽക്കുന്നത് ഇങ്ങനെയുള്ള അന്തർദേശീയ നിയമങ്ങളുടെ ഓരോ രാജ്യത്തിന്റെയും പരമാധികാരത്തെ നിങ്ങൾ ബഹുമാനിക്കണം. മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. ഇത് അന്തർദേശീയ നിയമങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിനെ പുല്ലുവില പോലും കൽപ്പിച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങൾക്കെതിരെ ഇങ്ങനെ നീങ്ങാൻ തുടങ്ങിയ ലോക സമാധാനം ഇവിടെ നിൽക്കും. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു, അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾക്കെതിരെ എല്ലാം ഞങ്ങൾ ആക്രമണം നടത്തും. പിന്നെ ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ അടയ്ക്കും. ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിയുകയും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കൻ മിലിറ്ററി കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തുക. എന്താ ചെയ്യുക? ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ജോലി നേടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ അവിടുന്ന് അവിടുത്തെ നാട് വിട്ട് ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് മടങ്ങി വരേണ്ടി വരും. ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എണ്ണ വരുന്ന തടസ്സപ്പെടും, എണ്ണ വില വർദ്ധിക്കും, നമ്മുടെ ജീവിത ചെലവുകൾ വർദ്ധിപ്പിക്കും, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അട്ടിമറിക്കപ്പെടുന്നില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ലോക സമാധാനത്തെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന 2 അപകടകാരികളായ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു അജണ്ടയുടെ ഫലമായിട്ടാണ് ഇറാനെതിരെ നടത്തിക്കാക്കുന്നത്. ഇറാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വെല്ലുവിളിയല്ല. ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിന് ഒരു വെല്ലുവിളിയല്ല. ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയല്ല. കാരണം എന്താണ്? കഴിഞ്ഞ വർഷം നടന്ന ആക്രമണത്തിന്റെ ഫലമായിട്ട് അവർ വളരെയധികം സാമ്പത്തികമായി ദുർബലപ്പെട്ടു, അവർ സൈനികമായി ദുർബലപ്പെട്ടു, തന്ത്രപരമായി ദുർബലപ്പെട്ടു. അവർക്ക് ലെബനന്റെ സഹായമില്ല, അവർക്ക് സിറിയയുടെ സഹായമില്ല, അവർക്ക് ഇറാഖിന്റെ സഹായമില്ല, അവർക്ക് സൗദി അറേബ്യയുടെ സഹായമില്ല, ഹമാസിന്റെ സഹായമില്ല, ആരുടെ സഹായമില്ല. അപ്പൊ അങ്ങനെ ദുർബലമായി നിൽക്കുന്ന രാജ്യത്തെ ഇതാണ് ഏറ്റവും അനുകൂലമായ സമയം, എന്നാ ഇവരെ ഇല്ലാതാക്കി കളയാം എന്ന് പറയുന്ന ഒരു ശൃഗാല തന്ത്രം ഉണ്ടല്ലോ, അപകടകരമായ ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, അതാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അത് അപകടകരമായ കാര്യമാണ്. അത് ലോക സമാധാനത്തെ ഇല്ലാതാക്കും.